അത്രിനിവാസിനി ആത്മപ്രകാശിനി അജ്ഞാനനാശിനി മൂകാസുരൻ തൻ മൂർധാവു പിളർന്നിട്ട് മൂകതയകറ്റിയ ഓംകാരമേ ഏകാംഗബിംബാനനേ അത്രിനിവാസിനി ആത്മപ്രകാശിനി അജ്ഞാനനാശിനി മൂകാംബികേ. അമ്മ ദേവി സർവാലങ്കാര വിഭൂഷിതയായി സർവലോകർക്കും ആനന്ദവും അനുഗ്രഹവും ചൊരിഞ്ഞ് ശാന്തവും ഗംഭീരവും ഇടകലർന്ന ഭാവത്തിൽ സർവമംഗളകാരിയായി നമ്മുടെ കുലദൈവമായി ആരാധിക്കുവാൻ കിട്ടിയ മഹാഭാഗ്യത്തിനു മുന്നിൽ ശിരസ് കുനിക്കുന്നു. നമുക്ക് കിട്ടിയ വരദാനമാണ് അമ്മ ദേവിയുടെ തേജോമയ ഭാവത്തിൽ നമ്മുടെ മുന്നിൽ ഭഗവതിയായി അവതരിച്ചിട്ടുള്ളതും. ആ ദിവ്യ ചൈതന്യ സ്വരൂപത്തെ നിത്യവും ആരാധിച്ച് മനസ്സിൽ കുടിയിരുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം കണ്ണുകളിൽ ആനന്ദാശ്രു പൊഴിക്കുന്നതാണ്. അമ്മ ദേവിയുടെ മുന്നിൽ പറഞ്ഞാൽ തീരാത്ത സങ്കടമില്ല. അമ്മ ദേവി മക്കളെ പരിപാലിക്കുന്നത് പോലെ ലോകത്ത് ഒരമ്മയും മക്കളെ പരിപാലിക്കുന്നില്ല എന്ന സത്യം അമ്മ മഹാമായയുടെ കൈകൾ നമ്മുടെ ശിരസിലൊന്ന് തൊടുന്ന നിമിഷം നമ്മൾ അനുഭവിക്കുന്ന ആ ദിവ്യ ചൈതന്യ പ്രവാഹം അതുതന്നെ അമ്മയുടെ കടാക്ഷം. അത്രിനിവാസിനി ആത്മപ്രകാശിനി അജ്ഞാനനാശിനി മൂകാംബികേ മൂകാസുരൻ തൻ മൂർധാവു പിളർന്നിട്ട് മൂകതയകറ്റിയ ഓംകാരമേ ഏകാംഗബിംബാനനേ അത്രിനിവാസിനി ആത്മപ്രകാശിനി അജ്ഞാനനാശിനി മൂകാംബികേ. കുലദേവതാ സങ്കല്പം എന്ന് പറയുന്നത് തന്നെ തറവാടുകളാണ്. ദേവീ സങ്കല്പമാണെങ്കിൽ അവിടെ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. സ്ത്രീകൾ ഐശ്വര്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഒരു സ്ത്രീയിലൂടെയാണ് കുടുംബവും അതുപോലെ തന്നെ തറവാടുകളും നിലനിന്നു പോരുന്നത്. താഴ്വഴികളിലൂടെ ദേവതാ ചൈതന്യത്തിന് മാറ്റുകൂടുന്നു. കുലദൈവത്തിനെ ആരാധിക്കുന്ന ഓരോ കുടുംബത്തിനും ഐശ്വര്യവും സന്തോഷവും സമാധാനവും കൈവരുന്നു. ഓരോ തറവാട് അംഗങ്ങളും ദേവിയെ സ്വന്തം അമ്മയായി കണ്ട് വണങ്ങി ആ തിരുനടിയിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് സന്തോഷവും തൃപ്തിയും ഉണ്ടാവുന്നത്. മക്കളാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അവരുടെ സാമീപ്യം കൊണ്ട് തന്നെ അമ്മ കാരുണ്യ കടാക്ഷം ഓരോ തറവാടിനും അതുപോലെ കുഞ്ഞുമക്കൾക്കും അമ്മ നൽകിക്കൊണ്ടേയിരിക്കും. സൗപർണികാ തീർത്ഥമായി നമുക്കും അമ്മയുടെ പാതാരവിന്ദത്തിലൂടെ ഒഴുകാം. അമ്മേ ശരണം.